ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഈ അച്ചാർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം ഡ്രൈ ആണ്, ഒരുപാട് എണ്ണയൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ. ഇതിനായിട്ട് ഒരു ബൗൾ ഫുള്ള് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി കുറച്ച് വലുപ്പം കൂടിയതായതുകൊണ്ട് തന്നെ ഇതൊന്ന് രണ്ടായിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. 3 ടേബിൾ സ്പൂണാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് നമ്മുടെ മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല. പിന്നീട് നമുക്ക് കറിവേപ്പിലയും 2 വറ്റൽമുളകും എടുത്തു വെക്കാം. ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളിയിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അച്ചാറിടുന്ന എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെറിയ തീയിലിട്ട് ഈ വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങനെ കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. ബാക്കി വരുന്ന എണ്ണ നമുക്ക് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കോരി മാറ്റി ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു വെളുത്തുള്ളിക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഇഞ്ചി ചെറുതീയിലിട്ട് നല്ലതായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അത്യാവശ്യം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു അച്ചാറാണിത്. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിടാവുന്നതാണ്. ഞങ്ങളിവിടെ ഒരുപാട് എരി ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ്. 5 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്, കാരണം എണ്ണയ്ക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പൊടിയൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകാണ്, ചതച്ച് വെച്ചിട്ടുള്ള കടുക്. അത് 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂണായിട്ട് കടുക് എടുത്ത് ചതയ്ക്കുകയാണെങ്കിൽ ശരിക്കും ചതഞ്ഞ് വരത്തില്ല. അതിനാണ് 1/4 കപ്പ് കടുക് ചതച്ചെടുത്തത്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ചതച്ച കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇടുന്ന ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ. അതിനുശേഷം 1/4 കപ്പ് വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി വെളുത്തുള്ളിക്ക് ഉപ്പ് ചേർത്താണ്. ഉപ്പ് കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാലയ്ക്ക് വേണ്ടി. എന്നാൽ അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വെളുത്തുള്ളി അച്ചാർ ഇങ്ങനെ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് നമുക്ക് കാണാൻ പറ്റും നല്ലതായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കടുക് പൊടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ വിനാഗിരി ഒഴിച്ച് ചാറാക്കി എടുക്കാം. പക്ഷേ ഈ ഒരു അച്ചാറിന് നല്ല ടേസ്റ്റ് തരുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അച്ചാർ നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് പിടിക്കാൻ. നമുക്കിത് ഉണ്ടാക്കി നെക്സ്റ്റ് ഡേ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അച്ചിൻ്റെ 3/4 അച്ച് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ക്രാണം ഒന്ന് കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ടേസ്റ്റി വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചില്ല് കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.